സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി എല്ലാവരും പഠിച്ചു തുടങ്ങി കാണും. കുറെ പേരൊക്കെ പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ, കുറെ പേരൊക്കെ പഠിച്ചു പകുതിയായി, കുറെ പേരൊക്കെ റിവിഷൻ ചെയ്യുന്നു, പലരും പല ഘട്ടത്തിൽ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോയേക്കാം, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തുടർന്ന് വീഡിയോ കാണുക, വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമന്റ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി ഏകദേശം 55 ദിവസമായി 200 ഡേ ചലഞ്ച് ചെയ്യുന്നുണ്ട്. 200 ഡേ ചലഞ്ചിൽ സിലബസ് കംപ്ലീറ്റ് ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. ഓൾറെഡി 55 വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ 55 വീഡിയോസും കൃത്യമായി സിലബസ് ബേസ്ഡ് ആണ് എടുത്തേക്കുന്നത്. ഇപ്പൊ വീഡിയോ കണ്ടു നോക്കാൻ താല്പര്യമുള്ള കണ്ടു നോക്കാവുന്നതാണ്. പ്ലേലിസ്റ്റിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഒക്കെ എല്ലാം നിങ്ങൾക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കാനായിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ മാക്സിമം ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 11ഓളം ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റുകൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ SCRT പാഠപുസ്തകത്തെ കവർ ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും കൂടാതെ പ്രീവിയസ് ഇയർ സെറ്റുകളൊക്കെ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വേണ്ടവരൊക്കെ മെറ്റീരിയൽസ് പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകുന്നതായിരിക്കും. ക്ലാസ്സുകളും മെറ്റീരിയൽസും ഒക്കെ നൽകുന്നതായിരിക്കും. ക്ലാസ്സുകൾ വേണ്ടവരെല്ലാം കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്ത് വരിക. മെറ്റീരിയൽസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നത്. അതാണ് ഏറ്റവും വലിയ ചോദ്യം അല്ലെ. ഇനി പഠിച്ചാൽ കിട്ടുമോ? നിങ്ങൾ തന്നെ ഒന്ന് പറ. നമുക്കറിയാം ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായും കിട്ടുന്ന ഒരു ജോലിയാണ് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിലവിലെ ലിസ്റ്റ് പ്രകാരം നിലവിൽ ലിസ്റ്റ് വന്നിട്ട് 2 വർഷം പൂർത്തിയായി, 1 വർഷം കൂടെ കാലാവധിയുണ്ട്. ഈ 2 വർഷം കംപ്ലീറ്റ് ആയപ്പോഴത്തേനും 1800 പേർക്ക് മുകളിൽ ജോലി ഇതുവരെയുള്ള ലിസ്റ്റിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. ഇനി 1 വർഷം കൂടെ ഉണ്ട്. അപ്പൊ 1 വർഷം കൂടെ ഏകദേശം ഒരു 2000 2100 അടുത്ത് പേർ കൂടി ഇനിയും ഈ ഒരു വിവിധ ജില്ലകളിൽ നിന്ന് ജോലി ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അത്രമാത്രം വേക്കൻസികൾ ഒരു പോസ്റ്റാണ് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ വരുന്ന പരീക്ഷ കഴിഞ്ഞ് വരുന്ന ലിസ്റ്റിലും അതുപോലെ തന്നെ ഇതിനും അടുത്തോ അല്ലെങ്കിൽ ഇതിന് മുകളിലോ ജോലി സാധ്യത ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് സിലബസ് അറിഞ്ഞ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. 3 ടിപ്പുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി. എന്തൊക്കെയാണ് ആ 3 സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ 3 ക്രാക്ക് ചെയ്യാനുള്ള 3 ടിപ്പ് എന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. വീണ്ടും ഞാനിവിടെ പറഞ്ഞു കഴിയുമ്പോൾ അത് വീഡിയോ കണ്ടവർക്ക് വീണ്ടും അത് കേട്ടോണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 3 ട്രിക്ക് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. കൃത്യമായിട്ട് നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. ആ 3 ട്രിക്കും പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഒരു കോമൺ ഡൗട്ട് ആണ് ഇനി പഠിച്ചാൽ കിട്ടുമോ എന്ന്. അതായത് ഇനി അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത് വലിയ കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല. ഇനി തുടങ്ങിയാൽ പോലും എനിക്ക് ഒരു പരീക്ഷ ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചും കമന്റ് ആയിട്ടും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നേ? ഉറപ്പായിട്ടും സാധിക്കുമെന്ന് തന്നെയാണ് ഉത്തരം. കാരണം പരീക്ഷ എന്നാണ്? പരീക്ഷ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് PSC പറഞ്ഞേക്കുന്നത്. എത്ര പേര് കൺഫർമേഷൻ നൽകും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ആണ് PSC എത്ര ഘട്ടമായിട്ട് നടത്തണമെന്ന് തീരുമാനത്തിലെത്തുക. അതിനനുസരിച്ചിട്ടായിരിക്കും ഒരു ഡേറ്റ് പ്രഖ്യാപിക്കുക. പക്ഷെ അത് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആയിരിക്കും PSC നടത്താനായിട്ട് പോകുന്നത്. ഒരു പക്ഷെ ഓഗസ്റ്റ് പകുതിയോ അല്ലെങ്കിൽ അവസാനമോ നമുക്ക് ഈ ഒരു പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ്. പകുതിയാണെങ്കിൽ പോലും, ഓഗസ്റ്റ് പകുതിയാണെങ്കിൽ നമ്മുടെ എക്സാം ഡേറ്റ് എങ്കിൽ പോലും ഇനി ഏതൊക്കെ മാസങ്ങൾ മുമ്പിലുണ്ട്. ജൂൺ തുടങ്ങിയിട്ടുള്ളൂ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. അപ്പൊ ഏകദേശം 2.5 മാസം നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട്. ഈ 2.5 മാസം കൃത്യമായി വിനിയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അസിസ്റ്റന്റ് സെയിൽസ്മാൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് 3 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ആ 3 ടിപ്സ് ഞാൻ വിശദമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ടിപ്സ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ കൃത്യമായി സിലബസ് അറിഞ്ഞു പഠിക്കുക, അതുപോലെ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തെടുക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു പഠനം സക്സസിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റഡി മെറ്റീരിയൽസിന് വേണ്ടി പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആ സ്റ്റഡി മെറ്റീരിയൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് സ്റ്റഡി മെറ്റീരിയൽ ചെയ്തെടുത്തേക്കുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇനിയും നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട്. ഈ സമയം നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് 1800 മുകളിൽ ജോലി കിട്ടിയിട്ടുള്ള നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് നല്ല രീതിയിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കാരണം LDCനേക്കാളും
കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷയായിരിക്കും അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. ഏകദേശം എന്താ നമ്മുടെ LGSനോടൊക്കെ താരതമ്യപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ നിലവിൽ എത്ര അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുണ്ട്, ഓരോ ജില്ലകളിലും കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു, അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ജോലിയുടെ ഒരു രീതി എന്ന് പറയുന്നത്, എങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് അസിസ്റ്റന്റ് സെയിൽസ്മാനെ സംബന്ധിച്ച് കഴിഞ്ഞ ലിസ്റ്റിലെ എല്ലാ എത്ര പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിശദമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക്, കഴിഞ്ഞ തവണ എത്ര പേര് ലിസ്റ്റിൽ വന്നു, എത്ര പേർക്ക് ഇതുവരെ നിയമനം ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓരോ ജില്ല തിരിച്ച് തന്നെ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രമാത്രം അപ്പോയിന്റ്മെന്റ് പോസ്റ്റുള്ള ഈ ഒരു ജോബിന് നിങ്ങൾ ട്രൈ ചെയ്യുക തന്നെ വേണം. നിങ്ങളുടെ മാക്സിമം കോൺട്രിബ്യൂഷൻ എടുത്തുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൈം ടേബിൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ക്രാക്ക് എടുക്കാനായിട്ട് പറ്റും. ആ ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് സ്റ്റഡി ടൈം ടേബിൾ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. മാക്സിമം ചെയ്തു തരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഇനിയും നിങ്ങളുടെ മുമ്പിലുള്ള സമയം, അപ്പൊ ഇനിയുള്ള സമയം കൃത്യമായിട്ട് വിനിയോഗിക്കണം. അതല്ല ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ ശ്രമിച്ചിട്ട് അല്ലെങ്കിൽ ഒരു എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ദുഃഖിച്ചിരുന്നിട്ടൊന്നും പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഉള്ള സമയത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം PSC എന്ന് പറയുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ചും കൂടി ഹാർഡ് വർക്കിനേക്കാളും കുറച്ചുകൂടി സ്മാർട്ട് വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ PSCക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും ഇതിന് പറ്റും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ജോലി ആഗ്രഹിക്കുന്നത്, അതാണ് നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളൊരു മോട്ടിവേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇൻസ്പയർഡ് ആവണമെന്നില്ല, അല്ലെങ്കിൽ 1-2 മണിക്കൂർ ചിലപ്പോൾ ആ ഒരു മോട്ടിവേഷൻ നിലനിൽക്കാം. നിങ്ങൾ എന്തുകൊണ്ട് ഒരു PSC ജോലി ആഗ്രഹിക്കുന്നു, ആ ജോലി ആഗ്രഹിക്കാൻ നിങ്ങളുടെ പുറകിലുള്ള ആ ഒരു കാരണം അല്ലെങ്കിൽ ആ ഒരു റീസൺ എന്താണ്? ചിലപ്പോൾ കുറെ കളിയാക്കും, ഇത്രയും പഠിച്ചുകൊണ്ട് ഒന്നും ആയി തീർന്നില്ല എന്നുള്ള ചുറ്റി നിൽക്കുന്നവരുടെ കളിയാക്കൽ, അല്ലെങ്കിൽ കൂട്ടുകാരെല്ലാം നല്ല നിലയിലായി എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള മാനസിക സമ്മർദ്ദം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കളിയാക്കലുകൾ, മറ്റുള്ളവരുടെ അവഹേളനങ്ങൾ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, എന്താണ് എന്നെ ഈ ഒരു ജോലിയിലേക്ക് ആകർഷിക്കുന്നത്, അത് തന്നെയായിരിക്കണം നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കുറെ നേരം പഠിച്ചു പിന്നെ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ആ എന്താണ് നിങ്ങളുടെ മുമ്പിലേക്ക് നയിക്കുന്ന ആ ഒരു ഫാക്ടർ, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ ജോലി ആഗ്രഹിക്കുന്നു, ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് ജസ്റ്റ് ഓർക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ കിട്ടും. കാരണം ഓരോരുത്തരുടെയും സിറ്റുവേഷൻ വേറെയാണ്. ഇപ്പൊ എന്റെ സിറ്റുവേഷനും എന്റെ പ്രശ്നങ്ങളും ആയിരിക്കില്ല നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ പ്രശ്നങ്ങളും ആയിരിക്കില്ല എനിക്ക്. അപ്പൊ ഓരോരുത്തരുടെയും സിറ്റുവേഷൻസ് വേറെയാണ്, പ്രോബ്ലംസ് വേറെയാണ്, ലൈഫ് വേറെയാണ്. ഓരോരുത്തർ ഇൻഡിവിജ്വൽസ് ആണ്. അപ്പൊ നിങ്ങൾ എന്തിനു വേണ്ടി ഈ ഒരു ജോലി ആഗ്രഹിക്കുന്നു, അത് തന്നെയായിരിക്കണം നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ക്രാക്ക് എടുക്കാൻ. കാരണം ഇത് LGS ലെവലിലുള്ള ഒരു എക്സാം കൂടിയാണ്. LGS ലെവൽ, സ്റ്റാൻഡേർഡ് ലെവലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് ആ 3 ടിപ്പുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ആ 3 ടിപ്സ് പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ നൽകിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് പ്രയോജനപ്പെടുത്തുക. കൃത്യമായിട്ട് നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നൽകുന്ന സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോരുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ജോലി ഉറപ്പായിട്ട് ലഭിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും എന്റെ ഭാഗത്തുനിന്ന് 100% ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ ഒപ്പം കൂടുക, ഒപ്പം നിൽക്കുക. നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട്, ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ജോലി സ്വന്തമാക്കാം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ 5.27 ലക്ഷം അപേക്ഷകൾ വന്നിട്ടുണ്ട്. പരീക്ഷ തീയതി കൺഫർമേഷന് ശേഷം അസിസ്റ്റന്റ് സെയിൽസ്മാൻ 5 ലക്ഷത്തിന് അപേക്ഷകർ ഇതുവരെ ഉണ്ട്. പരീക്ഷ തീയതി കൺഫർമേഷന് ശേഷം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ ഓഗസ്റ്റ് നടത്തുമെങ്കിലും തീയതി തീരുമാനിച്ചിട്ടില്ല. 14 ജില്ലകളായി 5 ലക്ഷത്തിൽ പേരാണ് അപേക്ഷ നൽകിയത്. ഇവരുടെ കൺഫർമേഷൻ നടപടി പൂർത്തിയായ ശേഷമേ തീയതി തീരുമാനിക്കൂ. ജൂൺ 11 വരെയാണ് കൺഫർമേഷൻ. എത്ര ഘട്ടമായി പരീക്ഷ നടത്തണമെന്നെങ്കിലും കൺഫർമേഷന് ശേഷമാണ് തീരുമാനിക്കുക. 1-2 ഘട്ടം പരീക്ഷ നടത്താൻ കഴിയുന്നത്ര അപേക്ഷകൾ മാത്രമേ കൺഫർമേഷൻ നൽകിയിട്ടുള്ളൂ എങ്കിൽ ഓഗസ്റ്റ് പരീക്ഷ പൂർത്തിയാക്കും, അല്ലെങ്കിൽ സെപ്റ്റംബർ കൂടി നടത്തും. വിവിധ ജില്ലകളിലെ അപേക്ഷകൾ നൽകിയിട്ടുള്ളവരുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 5 ലക്ഷത്തിന് മുകളിൽ ഇതുവരെ അപേക്ഷ നൽകിയിട്ടുണ്ട്. അപ്പോൾ കൺഫർമേഷൻ ഏകദേശം ഒരു 50,000-ഓളം പേര് മാക്സിമം കൺഫർമേഷൻ നൽകാൻ സാധ്യതയില്ല. അപ്പൊ ഏകദേശം നമുക്കൊരു 4.25 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം പേരൊക്കെ ആയിരിക്കും പരീക്ഷ എഴുതാനുള്ള സാധ്യത. അപ്പൊ എത്ര പേരുണ്ടോ അതിനനുസരിച്ചായിരിക്കും വിവിധ ഘട്ടങ്ങളിലായിട്ട് ഈ പരീക്ഷ നടത്തുക. അപ്പൊ ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് പേരില്ലെങ്കിൽ 2 ഇതുകൊണ്ടോ അല്ലെങ്കിൽ ഒറ്റ പരീക്ഷയായിട്ടോ PSC നടത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും, അതായത് വിവിധ ജില്ലകൾ തിരിച്ചിട്ടായിരിക്കും പരീക്ഷ നടത്തുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇത്ര ജില്ലകൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഇത്ര ജില്ലകൾക്ക് ഒരു ദിവസം എന്ന രീതി നടത്താനായിരിക്കും സാധ്യത കൂടുതലായിട്ടുള്ളത്. എന്ത് തന്നെ ആയാലും നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ഈ 2.5 മാസങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് സിലബസ് അറിഞ്ഞ് വ്യക്തമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജോലി ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ലൊരു അവസരമാണ് കേട്ടോ, നല്ലൊരു അവസരമാണ്. കാരണം പ്രത്യേകിച്ച്
LGSന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലെവൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. LDCയുടെ അത്രയും വരാൻ സാധ്യതയില്ല. ജസ്റ്റ് ഇതിന്റെ ഊഹം മാത്രമാണ് കേട്ടോ. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പരീക്ഷ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പഠിക്കുക, നന്നായി അധ്വാനിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.